ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ലോക നേതാക്കൾ. 100-ലധികം രാഷ്ട്ര നേതാക്കൾ വത്തിക്കാനിലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇന്ത്യയും വത്തിക്കാനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കും. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്കായി റോമിലെത്തുന്ന വിവരം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പങ്കുവച്ചത്. പ്രഥമ വനിത മെലാനിയ ട്രംപുമൊത്താകും ട്രംപ് അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾക്കെത്തുക. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും വരെ അമേരിക്കയുടെ പതാക പകുതി താഴ്ത്തുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. 2017-ൽ പോപ്പുമായി നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും ട്രംപ് പങ്കുവച്ചിരുന്നു. വളരെ നല്ല മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. വില്യം രാജകുമാരൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരും സംസ്കാര ചടങ്ങിനെത്തും. പോപ്പിന്റെ ജന്മനാടായ അർജന്റീനയിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണമാണ്. ലോകത്തെ നല്ല ഇടമാക്കിയ മാർപ്പാപ്പയ്ക്ക് നന്ദിയെന്ന് അർജന്റീനിയൻ താരം ലിയോണൽ മെസ്സി എക്സിലൂടെ അനുസ്മരിച്ചു. 2023-ൽ പോപ്പുമായി നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് അനുശോചനക്കുറിപ്പ്. സ്പെയിൻ 3 ദിവസത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യയും 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോമിലെ സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കും. പോപ്പിനോടുള്ള ആദരസൂചകമായി ഈഫൽ ടവറിന്റെ ലൈറ്റുകൾ അണച്ചിരുന്നു. ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൽ സ്വർണ്ണ നിറത്തിലും വെള്ള നിറത്തിലുമുള്ള ലൈറ്റുകൾ തെളിയിച്ചു. സിഡ്നിയിലെ ഹാർബർ ബ്രിഡ്ജിലെ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി. ഓസ്ട്രേലിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റിവെച്ചു. റോമിനു പുറമെ ന്യൂയോർക്ക്, ലണ്ടൻ, ഫിലിപ്പൈൻസ്, അർജന്റീന, ജർമ്മനി തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.